അന്നും അവൻ ഞാനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. 3 ദിവസം അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് 22/6/2022 അവൻ എന്റെ അടുത്ത് അവന്റെ ഫ്രണ്ടായ പ്രശസ്തരായ ചില സുഹൃത്തുക്കൾ, ചില റാപ്പർമാർ, ഡെപ്സി അടക്കമുള്ള ആളുകളെ കുറിച്ച് ഈ പരാതിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അവർ തങ്ങളുടെ ബന്ധത്തെ കുറിച്ച് ഇവർക്കെല്ലാം തന്നെ അറിയാമായിരുന്നു. ഇവരൊക്കെ തന്നെ തന്റെ വീട്ടിലോ അല്ലെങ്കിൽ തന്റെ താമസ സ്ഥലത്തോ ഒക്കെ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസ് ചാനൽസ്, സോഷ്യൽ മീഡിയ എല്ലാം കൊണ്ടുപോകുന്ന വേടനാണ് അല്ലേ? വേടനെ കുറിച്ച് സാധാരണ വീഡിയോ ചെയ്യുന്ന സമയത്ത് വേടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു കമൻ്റാണ്, വേടനെ വേട്ടയാടുന്നത് മതിയായില്ലേ, വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, നിറത്തിൻ്റെ പേരിൽ വേട്ടയാടുന്നു, പല കാര്യങ്ങളിലും വേട്ടയാടുന്നു എന്നുള്ളൊരു സ്ഥിരം ഡയലോഗ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെയാണോ വരിക എന്നുള്ളത് അറിയില്ല. എന്തായാലും രാവിലെ തൊട്ടൊരു ഇതെല്ലാവരും ഈ ന്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് കേട്ടിട്ടുള്ള ക്ലിപ്പ് ഈ വേടനെതിരെ പരാതി കൊടുത്തിട്ടുള്ള യുവ ഡോക്ടറുടെ മൊഴിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് നോക്കൂ. ഫസ്റ്റ് ടൈം 2021 ഈ ഡോക്ടർ PGക്ക് പഠിക്കുന്ന സമയത്ത് കോവൂരുള്ള ഫ്ലാറ്റിൽ വെച്ചിട്ട് ആണ് ഫസ്റ്റ് ബലം പ്രയോഗിച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് പരാതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷമാണോ ഇത് പോലീസ് പരാതി കൊടുക്കുന്നത്? ആദ്യം എല്ലാത്തിനും സമ്മതിച്ചതിന് ശേഷം പിന്നീടാണോ കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള നിയമ സംവിധാനം അത് വളരെ സ്ട്രോങ് ആണ് ഈ ഒരു കാര്യത്തിൽ. അത് ഫേവർ ചെയ്യുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഇതിൽ വലിയ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വിഷയം സംസാരിക്കുന്ന സമയത്ത് പറയാനുള്ളത് എന്താണെന്നറിയാം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇതാണ് അടിസ്ഥാനപരമായിട്ട് വരുന്ന സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു ന്യൂസിലേക്ക് കടക്കുന്നതിന് മുന്നേ യൂണിവേഴ്സിറ്റിയിൽ പാഠ്യവിഷയം പൊക്കിക്കൊണ്ട് നടക്കൽ, പിന്നെ ലഹരി ഉപയോഗിച്ചു. എനിക്കൊന്നൊരു സമയത്ത് വേടനെ നമ്മുടെ നാട്ടിലുള്ള വലിയ ആൾക്കാരെക്കാളും ചില പല മേഖലകളിലും പേരെടുത്തിട്ടുള്ള ആൾക്കാരെക്കാളും മുകളിലാണ് പല ആൾക്കാരും സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊക്കെ എനിക്കൊന്നൊരു ഡൈ ഹാർഡ് ഫാൻസായിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ട് വേടനെ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഗതി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വേടനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ, വേടനെതിരെ പറയുമ്പോൾ എതിർപ്പാണ് വരാൻ ചാൻസ് ഉള്ളത്. വേടൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കേട്ടിട്ട്, ആ ഒരു ആൽബം കേട്ടിട്ട് വേടനോട് ആരാധന തോന്നി. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. അതിനുശേഷം കോഴിക്കോടുള്ള ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവ ഡോക്ടർ 2021 അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടതിന് ശേഷം ആ സമയത്ത് ഇവർ രണ്ടാളും കൂടി സംസാരിച്ചത് നിലത്തിട്ടിരുന്ന ഒരു മെത്തയിൽ ഇരുന്നിട്ടാണ്, ഒരു ബെഡിൽ ഇരുന്നിട്ടാണ്, നിലത്തിട്ടുള്ള മാട്രസിൽ ഇരുന്നിട്ടാണ് സംസാരിച്ച സമയത്ത് ബലമായിട്ട് ഈ പെൺകുട്ടിയെ ചുംബിച്ചു. അതായത് ചുംബിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് ചില ചാനലുകൾ. ചുംബിയെ ചോദിച്ചു, സമ്മതിച്ചു. പക്ഷെ ബലമായിട്ട് ലൈംഗിക അതിക്രമം നടത്തി, ബലാത്സംഗം ചെയ്തു. പിന്നെ അങ്ങനെ 3 ദിവസം അവിടെ താമസിച്ചതിന് ശേഷമാണ് വേടൻ പിന്നെ പോയത്. അതിനുശേഷം പല സമയങ്ങളിലായിട്ട് ഇത് തുടർന്നു. പലപ്പോഴായിട്ട് വേടൻ അവിടെ വരാറുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ കൂടെ ഒക്കെ ഫ്ലാറ്റിൽ വരുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവർ തമ്മിലുള്ള ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. പല സമയത്തും വേടൻ വന്നത് ഡ്രഗ്സിൻ്റെ അഡിക്ഷനിലായിരുന്നു. വലിയൊരു പോയിൻ്റാണ് കേട്ടോ. വേടൻ വന്നത് എങ്ങനെയാണ് ഈ കുട്ടിയുടെ മൊഴി വരുന്നത്. അതായത് ഡ്രഗ്സിൻ്റെ പിന്നെ ഡ്രഗ് അടിച്ചതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം വളരെ വൈകൃതമായിട്ട് ഈ കുട്ടിയുമായിട്ട് ഈ ഒരു ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. അതിൽ ബ്ലീഡിങ് ഉണ്ടായി, അത്രയും ഇതിന് ഡിപ്രഷൻ ഉണ്ടായി. പിന്നെ മാത്രമല്ല, അന്ന് വേടൻ അത്രയധികം സാമ്പത്തിക ശേഷി, അത്രയധികം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വേടൻ്റെ ആൽബംസ് പലതും റിലീസ് ചെയ്യാനും പല പ്രോഗ്രാംസിനും കൺസേർട്ടിന് പോകാനൊക്കെ ഈ പെൺകുട്ടിയാണ്, ഈ ഡോക്ടറാണ് പിന്നെ കാശ് കൊടുത്ത് സഹായിച്ചതെന്നുള്ള ഈ പരാതി പറയുന്നുണ്ട്. അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും പൈസ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇവർ തമ്മിൽ ചെറിയൊരു ബ്രേക്കപ്പ് ഉണ്ടായി. അതായത് ഞാൻ പറഞ്ഞു കേട്ടത് എന്താ വെച്ചാൽ, ഈ പെൺകുട്ടി അതായത് ഈ ന്യൂസിൽ വേടൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ, ഈ കുട്ടി ഭയങ്കര ടോക്സിക്കാണ്, മറ്റുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ കുട്ടി സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന്. അത്രയും ടോക്സിക് ആയിരുന്നു ഈ ലേഡി എന്നാണ് വേടൻ പറഞ്ഞതെന്ന്. ആ ഒരു കാര്യം കൊണ്ട് വേടനെ തുടർന്ന് ഈ പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഒരു ബ്രേക്കപ്പായി. കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം വേടൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ച് വേടൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്താണ് ഈ കുട്ടി ആകെ ചതിക്കപ്പെടുമായിരുന്നു എന്ന് മനസ്സിലായിട്ട് എന്നാണ് പരാതി. അങ്ങനെ പരാതി കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് ദിവസം നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് തട്ടിയിട്ടുള്ളൊരു ട്രോളുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ ന്യൂസിലേക്ക് പോകാം. അതാവും അതിൻ്റെ ഒരു മനോഹാരിത. 100% ഞാൻ യോജിക്കുന്നു. ഞങ്ങൾ അസ്വസ്ഥരാണ്.
വേടൻ എവിടെ 8:30 വരും എന്ന് പറഞ്ഞ വേടൻ ഇവിടെ ആവശ്യം നമ്മൾ 2:30 വന്ന നമ്മൾ പറഞ്ഞോ എന്റെ അമ്മ തള്ളക്ക് മണി 10 മണിയായി ഇതുവരെ വേടൻ വന്നിട്ട് ആവശ്യമില്ലാത്ത ആസിഫലിയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വെറുതെ നമ്മളോട് പിടിച്ചെടുത്ത് കുറ്റി അടിച്ച് നിർത്തിയാണ്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. അയ്യോ അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. 8 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങും പറഞ്ഞിട്ട് മണി 10 നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? ഇനിയെങ്കിലും കൊണ്ടുവരും വേടനെ, കൊണ്ടുവരും വേടനെ. ഞങ്ങളൊന്ന് കാണട്ടെ. ഏതല്ലേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. എത്ര മണിക്കൂറായിക്കാണ് നമ്മൾ 2:30 വന്ന് നമ്മളാണ് 2:30 വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്ര ഇവരൊക്കെ ഇപ്പൊ എവിടെയാണാവോ അല്ലേ? കിളിമാനൂർ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ അന്ന് സംഭവിച്ചിട്ടുള്ള സംഗതിയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ വന്നത് അന്ന് നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ അറിഞ്ചം പുറഞ്ചം പറയുന്നത് കേട്ടിരുന്നു. പോട്ടെ, എന്താണ് ആ മൊഴി എന്നുള്ളത് നോക്കാം. 2028 മാർച്ച് 30 രാത്രി 10 മണി കഴിഞ്ഞ് വേടൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നു. അന്ന് അവൻ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നും അവൻ ഞാനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. 3 ദിവസം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് 22/6/2022 അവൻ എൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ടായ ബിജീഷ് എന്നയാളുമൊത്ത് വന്നിരുന്നു. 5 ദിവസം കഴിഞ്ഞാണ് അവർ പോയത്. ആ ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. 2028 ജൂൺ മാസം അവസാനത്തോടെ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. PG വിദ്യാർത്ഥിയാണല്ലോ. ക്ലാസ് കഴിഞ്ഞ് ഞാൻ കോട്ടയത്തുള്ള വീട്ടിലേക്ക് പോന്നു. 2/8/2022 ജോലി സംബന്ധമായി ഞാൻ എറണാകുളം ഇന്ന സ്ഥലത്തുള്ള ഫ്ലാറ്റിൽ താമസിച്ചു തുടങ്ങി. വേടൻ ആ മാസം തന്നെ എന്നെ ആ ഫ്ലാറ്റിലേക്ക് കാണാൻ വന്നു. കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് പോയത്. വന്ന പുള്ളി അവിടെ കുറേ ദിവസം താമസിച്ചിട്ടേ പോകത്തുള്ളൂ. ആ ദിവസങ്ങളിലും ഞങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. ആ സമയത്ത് ഒരു ദിവസം ഫ്ലാറ്റിലെ കെയർ ടേക്കറായ ജീജൻ എന്നയാൾ എന്നെ ഫോണിൽ വിളിച്ച് വേടൻ ആരാണെന്ന് ചോദിച്ചിരുന്നു. ഒരു സാക്ഷിയെ അവർ പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടാണെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. 2023 മാർച്ച് മാസം ഒരു ദിവസം വേടൻ്റെ കൂട്ടുകാരനായ മിജാസിൻ്റെ ഏരൂരുള്ള വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടിയിരുന്നു. അന്ന് രാത്രിയിൽ ഞാനും വേടനും തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. പിന്നീട് 2023 ജൂലൈ മാസം 14 ഫ്ലാറ്റിൽ വരുമെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അന്ന് അവന് എറണാകുളം ലേ മെറിഡിയനിൽ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു ലേ മെറിഡിയനിൽ. അത് കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. വേടന്റെ കൂട്ടുകാരായ അഖിൽ രാമചന്ദ്രൻ, മിസാജ് ബിൻ കലാം എൻ്റെ ഫ്ലാറ്റിൽ ലേ മെറിഡിയനിലെ കൺസേർട്ട് അറ്റൻഡ് ചെയ്യുന്നതിനായി നിന്നിരുന്നു. അവർ ജൂലൈ 14 മുതൽ എൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു. ഞാനും അവരും കൂടി ഒന്നിച്ചാണ് കൺസേർട്ടിൽ പങ്കെടുക്കുന്നതിനായി ലേ മെറിഡിയനിൽ പോയത്. കൺസേർട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് തിരിച്ചു വന്നു. പക്ഷെ വേടൻ വന്നില്ല. അവൻ വരാത്തത് കാരണം ഞാൻ അവൻ്റെ കൂട്ടുകാരായ ഋഷിയെയും ഡാപ്സിയെയും അയൂബിനെയും വിളിച്ചു ചോദിച്ചിരുന്നു. അവനോട് എന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ ഫോൺ എടുത്തില്ല. ജൂലൈ 15 രാവിലെ 10 മണിയോടെ വേടൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നു. ആ സമയം അഖിൽ രാമചന്ദ്രനും മിസാജ് ബിൻ കലാമും ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു. അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു. എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഞാൻ ടോക്സിക് ആണെന്നും, അടുത്ത ഭാഗം കേൾക്കണം, മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ ഞാൻ അവനെ അനുവദിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് അവൻ എന്നെ ചീത്ത വിളിച്ചു. നമുക്ക് പിരിയാമെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് അവനും അവൻ്റെ കൂട്ടുകാരും കൂടി അവിടെ നിന്ന് പോയി. അവൻ പോയതിൻ്റെ പുറകെ ഞാൻ അവനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തു. നമുക്ക് സമാധാനപരമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഞാൻ പലവട്ടം അവനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച വേടനെന്ന് വിളിപ്പേരുള്ള ഹിരൺദാസ് മുരളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. അവൻ എന്നെ പിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയും എനിക്ക് അതിനുള്ള ചികിത്സ നടത്തേണ്ടതായും വന്നു.
അവൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. കൂടാതെ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള എന്നുള്ള പേടി കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ചെറിയൊരു കുട്ടിയൊന്നല്ല, അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു ഡോക്ടറാണ്. എന്താ പറയല്ലേ. എന്തായാലും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്. ഈ പ്രാവശ്യം ഈ ഒരു ഇതിൽ പ്രശ്നത്തിൽ വേടൻ പെടും എന്നുള്ള കണ്ടീഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത് അറിയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.